ഹലോ, ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണേ. ഒരു ഈസി ആയിട്ടുള്ള അധികം കുക്കിംഗ് ഇല്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാട്ടോ. ഇത് നമ്മുടെ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡാണ്. അതുപോലെ തന്നെ ഒത്തിരി ഫില്ലിംഗ് ആട്ടോ. ഇത് ഉണ്ടാക്കാൻ ഈസിയാണ്. ഞാനൊരു ബൗളെടുത്തിട്ട് അതിൻ്റെ തൊട്ട് വേവിച്ച മുട്ടയില്ല നന്നായിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ക്രഷ് ചെയ്തിട്ടെടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ തൊട്ട് നമ്മുടെ സവാള ഒരു ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ കുറച്ച് കൂടുതൽ ഞാൻ കുക്കുംബർ എടുക്കുന്നുണ്ട്. എനിക്ക് കുക്കുംബറിൻ്റെ ഒരു ക്രഞ്ചി കടിക്കുമ്പോൾ കിട്ടത്തില്ലേ, അതെനിക്കിഷ്ടമാണ്. പിന്നെ മയോ എടുക്കുന്നുണ്ട്. ഞാനിവിടെ ടൊമാറ്റോ മയോയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ക്രഷ്ഡ് പെപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയൊരു സാധനം എന്താണെന്ന് പറഞ്ഞാൽ ഉപ്പാണ് കേട്ടോ. നിങ്ങൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ മിക്സ് എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ ബ്രെഡാട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വൈറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതാ ഓക്കെ കേട്ടോ. ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ പരിപാടി കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടെ ഫില്ല് ചെയ്യുക, നന്നായിട്ട് എല്ലായിടത്തും നിരത്തി വയ്ക്കുക. പിന്നെ അതിനുശേഷം ഇതിനെ നമ്മൾ മറ്റേ ബ്രെഡുകൊണ്ട് ക്ലോസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മയണൈസ് ഇച്ചിരി കൂടെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ 2 ബ്രെഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് മയണൈസും കൂടെ തേക്കുക കേട്ടോ. എനിക്കിത് ഓക്കെ ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മാത്രം മയണൈസ് എടുത്തുള്ളൂ. കാരണം ഈ എഗ്ഗിൻ്റെ നമ്മുടെ യെല്ലോ ഇല്ല, അതും കൂടെ മിക്സ് ആകുമ്പോഴത്തേക്കും അത് ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും അതിന് ഓൾറെഡി. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ഒന്ന് അപ്പുറത്തോട്ട് ഒന്ന് ചൂടാക്കി എടുക്കാൻ പോവാണ്. ഞാനിവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ബട്ടർ ഇട്ടതിന് ശേഷം ഞാൻ ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഈ ബ്രെഡ് ഇതിൻ്റെ മുകളിലും കൂടെ കുറച്ച് ബട്ടർ ഞാൻ തേക്കുന്നുണ്ട്. അതിനുശേഷം തിരിച്ചിട്ടിട്ട് ഇതിനെ ഒന്നും കൂടെ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. പിന്നെ പെട്ടെന്ന് ഈസി ആയിട്ടുള്ള ഉണ്ടാക്കാൻ എളുപ്പമാണ്, പിന്നെ ഫില്ലിങ്ങുമാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ. ഓക്കെ, ബായ്.